കാരുണ്യത്തിൻ്റെ കടലാണ് അമ്മ മറിയം. അവളുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിറഞ്ഞു നിൽക്കുന്നത് കാരുണ്യത്തിൻ്റെ സുഗന്ധക്കൂട്ടുകളാണ്. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 5-ാം ദിനമായ ഇന്ന് പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ അന്നയ്ക്കും വിശുദ്ധ യോവാക്യമിനും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സന്താനങ്ങൾ ഉണ്ടാകുന്ന പക്ഷം തങ്ങളുടെ സന്താനത്തെ ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ കന്യകയെ അവളുടെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതം വഴിയും പ്രവർത്തനങ്ങൾ വഴിയും ദൈവത്തിന് സ്വയം സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പണ വഴിയിലൂടെ മുന്നേറാം. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസൺ അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ മനുഷ്യരോടാണോ കൂടുതൽ സംസാരിക്കുന്നത് അതോ മാലാഖമാരോടാണോ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ മെയ് മാസത്തിൻ്റെ ഒക്കെ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ നമ്മൾ പരിചയപ്പെടുന്നു എന്നുള്ളതാണ്. പല രീതിയിൽ നമ്മൾ വണക്കമാസ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, വണക്കമാസത്തിൻ്റെ സംഭവങ്ങൾ വായിക്കുന്നു, അമ്മയോട് ചേർന്ന് ജപമാലയൊക്കെ ചൊല്ലി ചെറിയ കുഞ്ഞുങ്ങൾ മുതലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ മെയ് മാസം. ഒരു പാട്ടില്ലേ, നമ്മുടെ ബേബി ജോൺ കലയന്തിന് ഒരു നല്ല പാട്ടുണ്ട്, മാതാവിൻ വണക്കമാസം വരും നാളിൽ വീട്ടിലെന്താഘോഷമായിരുന്നു പ്രാർത്ഥനാ മുറിയെല്ലാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ മക്കളെ, ഞാൻ സംസാരിച്ചിരുന്നത് മനുഷ്യരെക്കാൾ കൂടുതൽ മാലാഖമാരോടാണ് എന്ന് അമ്മ പറയാം. നമ്മൾ പല സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൂതൻ ഇടപെട്ടു എന്നാണ് വായിക്കുന്നത്. അങ്ങനെയല്ലേ, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, പരിശുദ്ധ അമ്മ ദൂതനോട് സംസാരിച്ചു. അപ്പം ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൂതനോട് സംസാരിക്കാനുള്ള കൃപ കിട്ടുന്നത്. അല്ലെങ്കിൽ മനുഷ്യരോടൊക്കെ സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് ബോറടിക്കില്ലേ? ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഒരു പുരുഷൻ സംസാരിക്കുന്നത് 7000 വേർഡ്സാണ് പറയുന്നത്. ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ 7000 വേർഡ്സാണ് ഏറ്റവും മാക്സിമം അവന് കൺവേ ചെയ്യാൻ പറ്റുക. സ്ത്രീ ആണെങ്കിൽ 14000 വേർഡ്സ്, അതിന് മേലെ അവൾക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മാക്സിമം 14000 വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. 24 മണിക്കൂറിൻ്റെ സ്പാനിൽ 24 മണിക്കൂർ കൊണ്ട് 14000 വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ യൂസ് ചെയ്യുന്നത് മുഴുവൻ നമ്മൾ മനുഷ്യരോടാണ്. പക്ഷെ പരിശുദ്ധ അമ്മ പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ചെയ്താൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ അട്ടറിയുന്നതും കുറേ കൂടെ ദൂതന്മാരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കൃപ കിട്ടും. എന്നിട്ട് പരിശുദ്ധ അമ്മ ഈ സമയത്ത് നിന്ന് ഈ ഒരു ശുശ്രൂഷ നിൽക്കുന്ന, പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കുന്ന മക്കളോട് പറയാണ്, എൻ്റെ മക്കൾ നിങ്ങൾ തിരിച്ചറിയേ, ആരൊക്കെ ദാനധർമ്മം ചെയ്യുന്നോ, ധർമ്മദാനം ചെയ്യുന്നോ, മറ്റുള്ളവർക്ക് കൈയഴച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു, അവർക്കാണ് മാലാഖമാരുടെ ഒരു കൂട്ടായ്മ കിട്ടുക. നമ്മൾ പറയില്ലേ, ക്രോവേന്മാർ, സ്രാപ്പേന്മാർ, മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ, ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ അവന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ അമ്മ ദാനം ധർമ്മം ചെയ്തു എന്നാണ് പറയുന്നത്. അമ്മയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള മരിയോളജിയിലൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയാണ്. വചനത്തിന് അപ്പുറത്തുള്ള പുസ്തകങ്ങളിലൊക്കെ അമ്മയെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും അമ്മയുടെ വീട്ടിൽ വരുന്ന മക്കൾക്കൊക്കെ ഇങ്ങനെ വയറ് നിറച്ച് നൽകുന്നത് പോലെ, സമൃദ്ധമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് പോലെയൊക്കെ ധർമ്മദാനം ചെയ്യുന്നതിൽ അമ്മ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയണത്.
അമ്മയുടെ ഈ ധർമ്മദാനമാണ്, അല്ലെങ്കിൽ ദാനത നൽകാനുള്ള മനസ്സാണ് അമ്മയ്ക്ക് ഇങ്ങനെ മാലാഖമാരോട് സംസാരിക്കാനുള്ള കൃപ കിട്ടിയത്. നിങ്ങൾ തിരുവചനം ഞാൻ അതിന് ശേഷം ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ സംഭവം എടുത്തു തരാം. എന്നോട് പറഞ്ഞു, മോനെ നീ തിരുവചനത്തിൽ നടപടി പുസ്തകം എടുത്തിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു. നടപടി പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു കൊർണേലിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നുണ്ട്. ഈ കൊർണേലിയൂസിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 കാര്യങ്ങൾ. അവനിങ്ങനെ ദാനധർമ്മം ചെയ്തു, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ഇങ്ങനെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം തിരുവചനം എഴുതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ചെയ്തപ്പോൾ അവൻ്റെ മുൻപിലേക്ക് കണ്ടു ഭയവിഹുലനായി ഉറ്റുനോക്കുമ്പോൾ അവൻ ചോദിച്ചു, പ്രഭോ ഇതെന്താണ്? ദൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൂതൻ്റെ ഒരു സാന്നിധ്യം സ്നേഹമുള്ളവരെ കൊർണേലിയൂസ് അനുഭവിക്കുകയാണ്. കൊർണേലിയൂസ് എങ്ങനെയാണ് ദൂതൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്, വലിയൊരു കൂട്ടായ്മയുടെ ഒരു അഭിഷേകമൊക്കെ സ്വന്തമാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ചേർന്ന് നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ അങ്ങനെ മിഴി ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മാക്സിമത്തിൽ സഹായം കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് അവൻ്റെ കൃപയായിട്ട് സ്നേഹമുള്ളവരെ പറയുന്നത്. ഈ ഒരു വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ വഴി ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാ. സ്തോത്രക്കാഴ്ചകൾ നീ നൽകുന്നുണ്ടോ? നീ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അത്ഭുതങ്ങൾ കൊണ്ട് നിന്നെ ഇങ്ങനെ അലങ്കരിക്കും. ഞാൻ ഈ ദിവസങ്ങൾ അങ്ങനെ കണ്ടതാ. നിങ്ങളൊരു കഴിഞ്ഞ വർഷം വിശുദ്ധ ഔസേപിതാവിൻ്റെ ഒരു വർഷത്തോടനുബന്ധിച്ച് ഒരു കോമ്പറ്റീഷന് ഗുഡ്നസ് TV-യിൽ ഒരു അവാർഡ് കിട്ടി എനിക്ക്. അത് എന്താ പറയുക, പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തോടു കൂടെ ഔസേപിതാവിൻ്റെ ഒരു പാട്ടൊക്കെ ചെയ്ത് ഔസേപിതാവിൻ്റെ ഈ ഒരു സമ്മാനം തരുന്നത് ഒരു തോമസ് എന്ന് പറയുന്ന ഒരു ബ്രദറാണ് തരുന്നത്. പുള്ളിക്കാരനാണ് ഈ ഒരു കാര്യത്തിൻ്റെ മുഴുവൻ ഒഫീഷ്യൽ സ്പോൺസറായിട്ട് ഗുഡ്നസ് TV-യിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സമ്മാനവും വാങ്ങി ഞാനിങ്ങനെ ക്യാഷ് അവാർഡോടുകൂടെ 10-25,000 രൂപയുടെ ക്യാഷ് അവാർഡൊക്കെ വാങ്ങി വരുന്ന സമയത്ത് ഞാൻ ഈ തോമസ് ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെടാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത്, അച്ഛൻ ഞാൻ തൃശ്ശൂർക്കാരനാണ്, അച്ഛൻ എന്നെ അറിയില്ല, ഞാൻ ഇവിടെയല്ല, ഞാൻ US-ലാണ് ശുശ്രൂഷ ചെയ്യണേ. അപ്പോൾ ചോദിച്ചാൽ എന്താ ചെയ്യണേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ കുറച്ച് ബിസിനസ്സൊക്കെയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാർത്ഥനയിൽ അച്ഛനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കൂട്ടാവുക. അപ്പോൾ ഞാൻ കൂട്ടായി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സ്പോൺസർഷിപ്പൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ അച്ഛൻ എൻ്റെ ബിസിനസ് ഒന്നും നല്ലതായിരുന്നില്ല, കാരണം ഞാൻ ഒരിക്കൽ പോലും ദശാംശം കൊടുത്തിരുന്നില്ല. ദശാംശം കൊടുക്കുന്നതൊക്കെ അത് വെറുതെയാണെന്ന് തോന്നുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ തോമസ്, നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ വിജയമില്ലല്ലോ, മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം നീ 9 വായിച്ചേൻ, ദശാംശം എൻ്റെ മകൻ്റെ കലവറയിലേക്ക് നീ കൊണ്ടുവാ, 100-ക്ക് 10 ദശാംശം കൊടുക്ക് എന്നൊരു വചനം ഈ മനുഷ്യൻ കേൾക്കാണ്. ദാനധർമ്മം ചെയ്യുന്നതിൽ നീ കുറവുണ്ടാവരുത്. 100 രൂപയാണോ നിനക്ക് കിട്ടുന്നത്, അതിൽ നീ 10 രൂപ ദശാംശം കൊടുക്കണം. പാവങ്ങളോട് പക്ഷം ചേർന്ന് മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടിയിട്ട് നീ ചെയ്യണം എന്നുള്ള മെസ്സേജ് ഈ മനുഷ്യന് കിട്ടുക. ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയ മനുഷ്യനാണ്. അന്ന് തോമസ് ചേട്ടൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇനി എൻ്റെ സ്ഥാപനത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ കൂടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരോടൊക്കെ ഞാൻ ഈ ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യും. ഈ മനുഷ്യൻ പറയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ പറയാം, അച്ഛൻ അറിയോ, എനിക്ക് എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ ഈ കാർ ഓടിക്കുന്ന ഈ മോന് അവൻ ദശാംശം കൊടുക്കാനൊക്കെ മടി കാണിച്ച സമയത്ത് ഞാൻ അവരോട് ദശാംശത്തെക്കുറിച്ച് പഠിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ പോയി. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഈ കാറുകാരൻ്റെ കൂടെ വരുമ്പോൾ ഈ കാറുകാരൻ എൻ്റെ അടുത്ത് പറയാം, അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസി എന്നാണ്, എൻ്റെ അച്ഛ ദശാംശത്തിന് ഇത്രയും പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ ഈ പറയുന്ന സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. 16,000 രൂപ മാസ സാലറിയൊക്കെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. എനിക്ക് 3 ചെറിയ കുട്ടികളാച്ച. എന്താ പറയുക, തൃശ്ശൂർ സ്ലാങ്ങിൽ ഈ മനുഷ്യൻ പറഞ്ഞു, 3 പിള്ളേരെ നോക്കാൻ എനിക്ക് അറിയണ്ടായിരുന്നില്ല അച്ഛാ, എനിക്ക് ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ 16,000-ൽ നിന്ന് കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഈ തോമസ് ബ്രദർ പറഞ്ഞു, എൻ്റെ ഈ സാറ് പറഞ്ഞു, മോനെ ഈ 16,000-ൽ നിന്ന് നീ കൃത്യം ദശാംശം കൊടുക്കണം. അങ്ങനെ പറഞ്ഞ മാസത്തിൽ എൻ്റെ ഒരു മോള് വയ്യാതെയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അച്ഛാ. അപ്പം ഞാൻ ഈ 16,000 രൂപയിൽ നിന്ന് ദശാംശം കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എങ്കിലും ഈ മനുഷ്യൻ്റെ നിർബന്ധം വെച്ച് ഞാനിത് കൊടുക്കാൻ തുടങ്ങാം. ഈ 16,000-ൽ നിന്ന് കർത്താവ് എൻ്റെ അച്ഛ ഈ ദശാംശത്തിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനിപ്പോൾ 76,000 രൂപയാണ് സാലറി മേടിക്കണേ.
ഒരു മാസം എനിക്ക് അതിനുള്ള ഒരു കഴിവില്ല അച്ഛാ. 4ാം ക്ലാസ് വരെ പോലും ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നും എനിക്കറിയില്ല എന്ന് പറയണ ഈ മനുഷ്യൻ പറയാണ്, ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിറച്ച് കുലുക്കി തന്നു എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്താം. സ്നേഹമുള്ളവരെ, ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ എൻ്റെ മുമ്പിരുന്ന പള്ളിയിൽ ഞങ്ങളിങ്ങനെ ഒരു ദിവസം വചനപ്രഘോഷണ സമയത്ത് എന്ന് പറഞ്ഞു, മക്കളെ ദശാംശം കൊടുത്തു കൊടുങ്ങ്, നിങ്ങളുടെ വികാരിയച്ഛന് നിങ്ങൾ ഏൽപ്പിക്ക്, 100ക്ക് 10 കൊടുക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ വിധവയായ ഒരു സ്ത്രീ, 2 പെൺമക്കൾ, ഒരു മോൾക്ക് ക്യാൻസർ വന്ന് കാലിൻ്റെ മുട്ടുമുറിച്ച് പോയ മോളാ. ആ ചേച്ചി വന്നിട്ട് മാസം ഇങ്ങനെ അവരുടെ കുഞ്ഞ് ദശാംശം ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞ്, ചേച്ചി ഇത് വേണ്ട, അതിനുള്ളതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, വിധവയുടെ ചെമ്പ് നാണയം പോലെ ഞാനിത് നൽകണമെന്ന് പറഞ്ഞിട്ട് ദശാംശം കൊടുക്കാൻ തുടങ്ങുക ഈ സ്ത്രീ. സ്നേഹമുള്ളവരെ, 1 വർഷം കഴിയുമ്പോഴേക്കും ആ കുടുംബത്തെ ദൈവം ഇങ്ങനെ ഉയർത്തുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടതാ. പിന്നെ ഈ ഒരു ശുശ്രൂഷയിലൂടെ മെയ് മാസത്തിൻ്റെ പുലരിയിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മളോട് പരിശുദ്ധ അമ്മ പറയണത്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിൽ മടി കാണിക്കല്ലേ, ഏതെങ്കിലുമൊക്കെ ഓഫനേജുകളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോ. ഇപ്പോഴും 3 നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവരൊക്കെ ഈ നാട്ടിലുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ പള്ളിയിൽ പോലും ഇന്നും കറണ്ട് ഇല്ലാത്തവർ ഇവിടെയുണ്ട്. കറണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചോദിക്കുമ്പോൾ അതിന് പോലും പറ്റാത്ത രീതിയിൽ മനുഷ്യത്വം നശിച്ചുകൊണ്ടിരിക്കുന്ന നാടായത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, 109 ധ്യാന കേന്ദ്രങ്ങളും എന്നും വചനപ്രഘോഷണങ്ങളും സകലമാന ക്രിസ്ത്യൻ ഡിവോഷണൽ ചാനലുകളും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ പാവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കൈസഹായം ചെയ്യാൻ ഇവിടെ ഒരു മനുഷ്യരും ഇല്ലാത്ത നെറുകെട്ട നാടിൻ്റെ നടുമുറ്റത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു മാറ്റം വേണം. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ, മാലാഖമാര് നിന്റെ വീടിൻ്റെ ചുറ്റും പാളയമടിക്കണമെങ്കിൽ, 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൂതന്മാരെനിക്ക് ചുറ്റും കാവൽ നിന്നു എന്ന് പറയുന്ന ഒരനുഭവം വേണമെങ്കിൽ, നിങ്ങൾ ഇന്നു മുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആഴ്ചയിലും മാസത്തിലും നിങ്ങൾ ധർമ്മദാനം ചെയ്യാൻ തീരുമാനിക്കുകയും, തോബിത്ത് കൊടുക്കുന്ന ഏക ഉപദേശം എങ്ങനെയാണ്, മോനെ തോബിയാസെ, നീ ചെയ്യേണ്ടത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദാനധർമ്മം ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്ത തോബിത്തിനെ ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ച് തിരുവചനം മുഴുവൻ ഇങ്ങനെ എഴുതി വയ്ക്കുക. സമയത്തിൻ്റെ കുറവിൻ്റെ പേരിൽ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രാർത്ഥനയോടൊപ്പം ദൈവീക കൃപയോടുകൂടെ നിങ്ങൾ ഈ ധർമ്മദാനം ചെയ്യാൻ തുടങ്ങുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മയിൽ നിന്ന് എന്നും സഹായവും സമാധാനവും യാചിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അനേകം അത്ഭുത സംഭവങ്ങൾ നേടിയതായി നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നേ ദിനം അത്തരമൊരു സംഭവ കഥയിലൂടെ നമുക്ക് കടന്നു പോകാം. സംഭവം ബെവറിംഗ് ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ്. 1932 പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തുമെന്ന്. ആ സ്ഥലം ഇന്ന് ഒരു മരിയൻ ഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ പത്രാധിപരുടേതാണ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് അയാളെ നാസികൾ തടവിലാക്കി. തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തു. അയാൾ മോചിതനായി, പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു. 1945 അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബെവറിങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി. താൻ വഴി പരിശുദ്ധ കന്യക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി. പരിപൂർണമായ ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ. പ്രാർത്ഥന. അമല മനോഹരിയും അമലോദ്ഭയവുമായ പരിശുദ്ധ കന്യകയെ അങ്ങു ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ. ദിവ്യനാഥേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയരുളണമേ.
അങ്ങ് ലോകപരിത്രാർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുതനു വാസസ്ഥലം സജ്ജമാക്കി. ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ദിവ്യനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ,
അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകേ.